ഉഴുന്ന് പൊടി വെച്ചിട്ട് നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. ഇതുണ്ടല്ലോ, കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ മാറാനായിട്ട് നല്ലതാണ്. നമ്മുടെ മുഖത്തിന് നല്ല രീതിയിൽ നിറം വെക്കും കേട്ടോ. അപ്പോൾ ഈ ഉഴുന്ന് നമ്മൾ സാധാ വർക്കൊന്നും വേണ്ട. ഈ നമ്മൾ എന്താ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ വാങ്ങുന്ന ഉഴുന്നില്ലേ, അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക്, ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചതിൻ്റെ അത്ര നല്ല നിങ്ങളൊരു കുറച്ചെടുത്തിട്ട് ചെറിയ മിക്സിയുടെ ജാറിൽ ഇതുപോലെ വെറുതെ പൊടിച്ചങ്ങ് എടുക്കുക കേട്ടോ. ഇതപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പൊടി കിട്ടും. ഈ ഒരു പൊടിയിലേക്കാണല്ലോ നമുക്കിതുപോലെ കുറച്ച് പച്ചപ്പാൽ, നമ്മൾ ചായക്കൊക്കെ എടുക്കുന്ന സാധാ പാലില്ലേ, ആ പാൽ ഇപ്പോൾ തിളപ്പിക്കണമെന്നൊന്നുമില്ല കേട്ടോ. അതിന് തിളപ്പിച്ചത് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആയാലും കുഴപ്പമില്ല. ആ പാൽ ഇതുപോലെ ഒരു നുള്ളെടുത്ത് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ഉഴുന്ന് പൊടി, ഇത് മിക്ക ആയുർവേദ ഡോക്ടേഴ്സും ഫേസിൽ തേക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു രീതിയിൽ തേക്കാം. പാലും ഉഴുന്ന് പൊടിയും കൂടി മാത്രം ചേർത്തിട്ട് കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ മാറാനൊക്കെ ആയിട്ടും, അതല്ലാണ്ട് നമ്മുടെയൊക്കെ ഫേസിലൊക്കെ ഈ ടാനൊക്കെ അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ ടാനൊക്കെ മാറാനൊക്കെ ആയിട്ടും, സ്കിന്ന് ഡാർക്കും ഒക്കെ മാറിയിട്ട് നല്ല രീതിയിൽ നിറം വെക്കാനായിട്ട് ഇതിങ്ങനെ നിങ്ങൾക്ക് തേക്കാം. ഇനി ഇത് നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിങ്ങനെ നിങ്ങൾ വെറുതെ പാലും ഉഴുന്ന് പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു പരുവത്തിലിട്ട വെള്ളം പോലെ ഈ ഒരു രീതിയിൽ വന്നിട്ട് നമ്മൾ ഫേസിൽ കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കണം. ഒരു 25 മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പം വെറുതെ പച്ചവെള്ളത്തിൽ നിങ്ങൾ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളഞ്ഞ് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. ഇനി ഇത് തന്നെ നമുക്കിതിലേക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഈ ഒരു പൊടി, ഈ ഒരു നമ്മൾ ഉഴുന്ന് പൊടി പാലും ഇതിങ്ങനെ എടുത്ത് മിക്സ് ചെയ്തതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു 1/2 സ്പൂണോളം കോഫി പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കോഫി പൗഡർ സ്കിൻ വൈറ്റ് ആവാൻ നല്ലതാണ്. നമുക്ക് ടാൻ എന്നൊക്കെ ആയിട്ട് അടിപൊളിയാണ് കോഫി പൗഡർ കേട്ടോ. അപ്പം 1/2 സ്പൂണോളം കോഫി പൗഡർ എടുത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടുതലേക്ക് വറുത്ത അരിപ്പൊടി കേട്ടോ. നമ്മൾ ഈ ഇടിയപ്പത്തിനോ അപ്പത്തിനും പുട്ടിനൊക്കെ എടുക്കുന്ന റൈസ് പൗഡർ ഇല്ലേ, അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ അരിപ്പൊടി നമ്മൾ എടുത്തിട്ട് ഇതുപോലെ തന്നെ അതിനകത്തേക്ക് ഒന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കുഴക്കണേ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളി പാലോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഈ പേസ്റ്റാക്കിയത് നിങ്ങൾ ഈ ഒരു പരുവത്തിലെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു കുടിക്കുന്നതിന് ഒരു 20 മിനിറ്റ് നേരം മുൻപ് നന്നായിട്ട് കട്ടിക്ക് ഫേസിൽ തേച്ച് കൊടുക്കണം. ഈ കട്ടിക്ക് തേച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്തിനാണെന്നറിയാമോ, ഈ രോമ വളർച്ചയൊക്കെയുള്ള മുഖത്തിലൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു രോമങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ, അപ്പോൾ അത് പോകാൻ നല്ലതാണ്. അത് മാത്രമല്ലാണ്ട് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാനൊക്കെ ആയിട്ട് നല്ലതാണ്. കാരണം ഈ അരിപ്പൊടിയിൽ ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. അപ്പം ഈ തരിതരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് ഈ ഫേസ് പാക്ക് നല്ല കട്ടിക്ക് ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ തരിതരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇളകി പോകാനായിട്ട് നല്ലതാണ്. അത് മാത്രമല്ല 25 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. നല്ല രീതിയിൽ സ്കിന്നിന് നിറം വെക്കുകയും ചെയ്യും. നമുക്ക് ഈ കരിമംഗല്യം അതുപോലെ തന്നെ കറുത്ത പാടുകളും ഈ വെയിൽ കൊണ്ടുവന്നേക്കുന്ന ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് റിമൂവ് ആവും. അത് അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ആയുർവേദ ഡോക്ടേഴ്സൊക്കെ ഫേസിൽ ഇട്ട് കൊടുക്കാൻ പറയുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് ഈ ഉഴുന്ന് വെച്ചിട്ടുള്ള പൊടി വെച്ചിട്ടുള്ളതിൻ്റെ പാക്കറ്റോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് നിങ്ങൾക്ക് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ റൈസ് പൗഡർ ആയതുകൊണ്ട് തന്നെ ഇത്തിരി കട്ട കുത്തിയിരിക്കും, പക്ഷേ ഇത് കേട് വരത്തില്ല. അപ്പോൾ നിങ്ങൾ പിറ്റേന്നത്തേക്കൊക്കെ നിങ്ങളിത് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കിയിട്ട് നിങ്ങൾ ഫേസിലിട്ടിട്ട് കഴുകി കളഞ്ഞോ, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ട്രൈ ചെയ്യാം, കുട്ടികൾക്കും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തെങ്കിലും ഇടുന്നു ഒന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഇതുപോലെ ടിപ്സ് വീഡിയോസിൻ്റെ പേജ് ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.